ഇതാണ് നമ്മുടെ സാക്ഷാൽ പഴനുറുക്ക്. ഈ ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മ്യാരക സാധനം. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പരിപാടിയാണ്. നോട്ട് ചെയ്ത് വെച്ചോളി. ഒരു 4-5 പഴുത്ത പഴം എടുക്കുക. ഓവർ പഴുപ്പാവരുത്, മീഡിയം ലെവൽ മാത്രം. പഴത്തിന്റെ തൊലി കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കി അങ്ങോട്ട് മാറ്റി വെക്കുക. ഓരോ പഴം എടുക്കുക, സ്ലൈസ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണ്ടേ. ഓവറായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ബനാനയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി പാത്രത്തിലാക്കിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടുപ്പ് സെറ്റാക്കി മൂടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കുക. പഴം ഏകദേശം ഈ ഒരു മഞ്ഞ രൂപത്തിലായി കഴിഞ്ഞാൽ കുറച്ച് ശർക്കര എടുക്കുക. ശർക്കര പൊടിച്ചതോ ഒരിക്കൽ പറഞ്ഞതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഏലക്ക പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. സമയം ഇല്ലാത്തതുകൊണ്ട് 4-5 കുത്തിയിട്ടിട്ടുണ്ട്. കുറച്ച് മിൽമ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ലാസ്റ്റ് ആയിട്ട് കുറച്ച് കട്ടിയിൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കുറുകി വന്ന് ഇതേപോലെ കട്ടി രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ കലാപരിപാടി അവസാനിച്ചിട്ടുണ്ട്. നല്ലൊരു പാത്രം എടുക്കുക, അതിലേക്ക് മെല്ലെ അങ്ങോട്ട് തട്ടി കൊടുക്കുന്നത്. സാക്ഷാൽ നമ്മുടെ പഴനുറുക്ക് റെഡിയാണ്. ഇവിടെ ഒരു പപ്പടം കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ സംഗതി ഡബിൾ ഓക്കെയാണ്. നിങ്ങൾ മധുരക്കൊതിയന്മാർ ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു സാധനം. പപ്പടത്തിൽ ചെറിയൊരു പീസ് എടുത്തിട്ട് നന്നായിട്ട് ഞെരടി അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അടിപൊളി കിണ്ണം കാച്ചി കർമാണി ജിഞ്ചിനാക്കി ഡേറ്റുന്നുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.